അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ശ്രീമാൻ റഹീം മറന്നാലും കേരളം മറക്കാത്ത മറ്റൊരു പീഡനകഥയുണ്ട്. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയായ വിജയലക്ഷ്മിയോട് റഹീമും കൂട്ടരും കാട്ടിക്കൂട്ടിയ വൃത്തികേട്. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. SFIക്കാരുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് വിജയലക്ഷ്മി എന്ന് പറയുന്ന തമിഴ് അധ്യാപികയെ മണിക്കൂറുകളോളം അവരുടെ ഓഫീസിൽ തടവിൽ വെച്ച് അവരോട് കാട്ടിയ ക്രൂരത മറന്നു പോകരുത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തലമുടിയും രോമങ്ങളും വലിച്ചു പറിക്കുകയും ചെവിയിൽ പച്ചത്തെറി വിളിക്കുകയും ചെയ്താണ് റഹീമും കൂട്ടരും പക വീട്ടിയതെന്ന് വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനൊരു കുറവ് മാത്രമേ ഉള്ളൂ. റഹീം മറന്നുപോയെങ്കിൽ ടീച്ചർ പറയുന്നത് കേൾക്കുക. അയ്യോ, ഇനി ഇപ്പൊ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. 3 മണിക്കൂർ ഇങ്ങനെ കുത്തി ഇരുത്തി ചുറ്റിലും പിള്ളേർ മുടിയെ പിടിച്ച് വലിക്കുകയും സൂചി കൊണ്ട് കുത്തുകയും പേന കൊണ്ട് കുത്തുകയും കാതിൽ ഉറക്ക തെറി വിളിക്കുക, ഇതൊക്കെ കേൾക്കുന്ന പോലെ അല്ല. നിന്നെ പറ്റിയൊക്കെ വളരെ ബാഡ് ഒപ്പീനിയനാണ് പെൺകുട്ടി. നിന്നെ പറ്റി ഇനിയെങ്കിലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ നോക്കണേ. പെൺപിള്ളേരെന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടികളല്ല. മുട്ടത്തര അഞ്ചു എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു വാർഡ് മെമ്പറാണ്. അവര് ഒരു ഗുണ്ടയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. നീയും കൊടുക്കും. അവരൊക്കെ എന്നെ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും തെറി കേട്ടിട്ടില്ല. വളരെ മോശമായി പോയി. അതും ഈ ഇയർ ഡ്രമ്മിൽ വന്ന് ഉറക്ക തെറി വിളിക്കുക. തെറി വിളിച്ചാണ് അദ്ദേഹമാണ് ലീഡ് ചെയ്ത് കൊണ്ടുവന്നത്. എന്നെ കുറെ ഭീഷണിപ്പെടുത്തി. ഇനി ഈ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞു എന്റെ മുഖത്ത് റഹീം പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഇപ്പോഴും കോടതിയിൽ കേസ് നടക്കുകയാണ്. ടീച്ചർ അറിയാതെ എഴുതിത്തള്ളാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും കോടതി സമ്മതിച്ചില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു.